السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسل الله وآله وصحبه وعترته ومن والاه وبعد. ആദരണീയരായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, സാദാത്തുക്കളെ, ഉലമാക്കളെ, സഹോദരിമാര്, സഹോദരന്മാര്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഈ സ്ഥാപനം ഈ അളവിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് തന്നിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. ഇത് ഈ സ്ഥാപനത്തിൻ്റെ ഫസ്റ്റ് ഫേസാണ്. വളരെ പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ സെക്കൻഡ് ഫേസ് നിർമ്മാണം നടക്കേണ്ടതുണ്ട്. ആദരണീയരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ പ്രഖ്യാപനം നടത്തും ഇൻഷാ അള്ളാഹ്. കടന്നു വരുന്നിടത്ത് നമ്മൾ സ്വപ്നം കാണുന്ന കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഫ്ലക്സിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അള്ളാഹ് വരേണ്ടത് ഈ ഒഴിഞ്ഞ സ്ഥലത്താണ്. പെൺകുട്ടികളുടെ ക്യാമ്പസിന് വേണ്ടി ഏകദേശം 3.5 ഏക്കർ സ്ഥലം മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെ ധാരാളം പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതിനു പുറമെ ഈ കുടുംബത്തിൽ ആൺകുട്ടികൾക്ക് കാളികാവിൽ ക്യാമ്പസ് ഉള്ളതുപോലെ പെൺകുട്ടികൾക്ക് സ്വന്തമായി ഒരു ക്യാമ്പസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഈ സ്ഥാപനം CICക്ക് കിട്ടുന്നത്. കാളികാവിൽ ബാപ്പുഹാജി 15 ഏക്കർ സ്ഥലം തന്നു അവിടെ ആൺകുട്ടികളുടെ ക്യാമ്പസ് ഉണ്ടാക്കി. പുതിയ കാലത്ത് ആൺകുട്ടികളെക്കാൾ സൗകര്യങ്ങൾ വേണ്ടത് പെൺകുട്ടികൾക്കാണ്. കാരണം യാഥാർത്ഥ്യം ഇന്ന് പെൺകുട്ടികളാണ് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ആൺകുട്ടികൾ കൂടുതൽ പഠിക്കാതിരുന്നാൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ വരെ ഇടയുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളിതിന് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള കോളേജ് പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കുറേ ഗുണകാംക്ഷികൾ കിട്ടുന്നിടത്തോളം പേരുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പണം അയക്കാൻ തുടങ്ങി. അതൊരു 80 ലക്ഷം ഉറുപ്പികയായിരുന്നു. ആ 80 ലക്ഷം ഉറുപ്പിക വെച്ച് നിർമ്മാണം തുടങ്ങാനിരിക്കുമ്പോൾ ചില തടസ്സങ്ങളുണ്ടായി. ആ തടസ്സങ്ങൾ ഇന്ന് നീങ്ങിയോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ആരും അങ്ങനെയുള്ള തടസ്സങ്ങളെ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ട തടസ്സങ്ങളായി കണ്ടിട്ടില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ കണ്ടതായി കാണുന്നില്ല. കഴിഞ്ഞ ആഴ്ചത്തെ വിധി പ്രകാരം കേരളത്തിലെ ജനങ്ങളും അത് കണക്കാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിന് വലിയ തൗഫീഖ് അള്ളാഹു ഓരോ നിമിത്തങ്ങൾ കാണുകയാണല്ലോ. നിമിത്തം എന്നോണം ഈ സ്ഥലമാണ് തന്നത്. 2 പ്രളയങ്ങൾ ഉണ്ടായപ്പോൾ മാസ്റ്റർ പ്ലാനിൽ കാളികാവിൽ പെൺകുട്ടികൾക്ക് സൗകര്യം ഒരുക്കാൻ കരുതിയിരുന്നെങ്കിലും പ്രളയം പറഞ്ഞു വേണ്ട എന്ന്. ആ സമയം കണക്കാക്കി തന്നെ ഈ ഭൂമി കിട്ടി. ഈ ഭൂമി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായി 2-3 വ്യക്തികളെ ഓർക്കുകയാണ്.
ജമിയത്തു സഖാഫൽ ഇസ്ലാമിയ എന്ന് പറയുന്ന പ്രധാനമായും ഈ പ്രദേശത്തുകാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ പരിസരവാസികളായിട്ടുള്ള ആളുകൾ, പിന്നെ കുറെ കൂടി വിശാലമായ വൃത്തങ്ങളിൽ നിന്ന് കുറെ വിദ്യാഭ്യാസ തൽപരർ രംഗത്ത് വന്ന്, അല്ലെങ്കിൽ രംഗത്ത് വന്നവരെ പിന്തുണക്കാൻ തീരുമാനിച്ച് ഉണ്ടായിട്ടുള്ളതാണ് ആ സൊസൈറ്റി. ആ സൊസൈറ്റി ഞാൻ ഈ പരിസരത്ത് തിരൂർ ഭാഗത്തുള്ള ആളാണ്. അതിർശ്ശേരിയാണ് എൻ്റെ നാട്. അന്ന് തന്നെ ഗൾഫിലായിരുന്നത് കൊണ്ട് ഇതിനു വേണ്ടി ഗൾഫിൽ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്നത് അറിയാം. ബാക്കി കാര്യങ്ങൾ നേരിട്ടറിയുന്നതിൽ കൂടുതൽ രേഖകൾ വെച്ചാണ് മനസ്സിലാക്കുന്നത്. ചില സംഗതികളുള്ളത് കൊണ്ട് ഇതിൻ്റെ രേഖകൾ പലവട്ടം ആധാരങ്ങളും മിനിറ്റ്സുകളൊക്കെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഒരുപക്ഷെ അവരുടെ കൂട്ടത്തിൽ 2ഉം 3ഉം അഭിപ്രായമുള്ളവർ ഉണ്ടായിരിക്കാം. സ്ഥാപനമുണ്ടാക്കുന്ന കാര്യത്തിൽ എല്ലാവരും പടച്ചവന് വേണ്ടി വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്ഥാപനം എങ്ങനെയെങ്കിലും വൈതരണികൾ കടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഠിന പ്രയത്നം നടന്നതിൻ്റെ, വലിയ പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ, ധാരാളമായി വ്യക്തികൾ പോക്കറ്റിൽ നിന്ന് അള്ളാഹ്ക്ക് വേണ്ടി പിന്നെയും പിന്നെയും പണം ചെലവഴിച്ചതിൻ്റെ രേഖകളൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇത് പിന്നിട്ട കാലം ഓർക്കുമ്പോൾ സാലിം മൗലവി അവർകളെ, നമുക്കൊക്കെ പ്രിയങ്കരനായ ഇവിടുത്തെ വലിയ പണ്ഡിതന്മാരുടെ ഗുരുവായ കുട്ടിയേലിയറെ മകൻ സാലിം മൗലവി വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇത് ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രവർത്തനത്തിൽ വ്യാപൃതനായി കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യുകയും ഉണ്ടായി. അദ്ദേഹം പലതും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാധ്യതകൾ പലതും തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പലതും. പിന്നെയാണ് ഈ സ്ഥാപനം ഞങ്ങൾ, അഥവാ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന് പറയുന്ന ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള സൊസൈറ്റി ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അങ്ങനെ ഞാൻ പറയാൻ കാരണം, റൈനാജി ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം, ശന്തപ്പറമ്പ് മദ്രസയിൽ യോഗം ചേരുമ്പോൾ ഞങ്ങൾ അഫിലിയേഷൻ തരാം. ഇപ്പോൾ 58 കോളേജാണ്, അന്ന് 56 മറ്റോ കോളേജാണ്. എല്ലാ കോളേജുകളും അതത് കോളേജുകളുടെ മാനേജ്മെൻറ്റ് നടത്തുകയാണ്. നമ്മളതിൻ്റെ സോഫ്റ്റ്വെയർ, സിലബസും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഇവർ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ, നിങ്ങളത് പൂർണ്ണമായും ഏറ്റെടുക്കണം, ബാപ്പുഹാജി തന്നതുപോലെ നിങ്ങൾക്ക് തരികയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളത് ഏറ്റെടുത്തു. ഈ പ്രദേശത്തുകാരനായ ഒരു വാഫി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിരുന്നു കുരുവമ്പലം അമീദ് വാഫി, ഏകദേശം 1.25 കൊല്ലം ഇതിൻ്റെ രേഖകളൊക്കെ ക്രമവൽക്കരിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തു. അങ്ങനെ ആ പ്രവൃത്തിയൊക്കെ പൂർത്തിയായപ്പോൾ രജിസ്ട്രേഷൻ, ഭൂമി കൈമാറ്റം നടന്നു, ബാക്കി കാര്യങ്ങളും നടന്നു. അന്ന് ഇത് യാഥാർത്ഥ്യമാക്കാൻ, ഈ ഏൽപ്പിക്കൽ നടക്കാൻ ശ്രമിച്ച ആളുകൾ, ഒരാൾ ഞാൻ പറഞ്ഞല്ലോ, അത് സാലിം മൗലവിയായിരുന്നു. വേറെ ഇതിന് ശ്രമിച്ച 2 ആൾക്കാർ. ഒന്ന് പാങ്ങിൽക്കാരൻ്റെ, നിങ്ങൾക്ക് പാങ്ങുകാർക്ക് പാങ്ങിൽക്കാരൻ എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് വിചാരിക്കും. ഞങ്ങൾ പുറമുള്ള ആളുകൾക്ക് പാങ്ങിൽക്കാരൻ എന്നാണ് പറയുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സ്ഥാപകരായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അനുജൻ അലവിക്കുട്ടി മുസ്ലിയാരുടെ മകൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹവും ഈ പ്രദേശത്തുകാരനായ ഈ നാട്ടുകാരോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ സാധുവായി ജീവിച്ച ഇസ്മായിൽ ഫൈസി അവർ 2 പേരും ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. അള്ളാഹു വലിയ സന്തോഷം പരലോകത്ത് അവർക്ക് നൽകുമാറാകട്ടെ. JSIയുടെ പ്രവർത്തകരായിട്ടുള്ള കുറേ ആളുകൾ, ഒരു പക്ഷേ ഒരു 400-ൽ താഴെ 300-ൽ
കൂടുതൽ ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാകണം. ഞങ്ങളന്ന് ഇതിന് പ്രവർത്തിക്കുന്ന സമയത്ത് 400-ൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവരൊക്കെ കണ്ട് ഇവിടെ ക്ഷണിച്ചു വരുത്താനും അവരെ ആദരിക്കാനും ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് പ്രവർത്തകർക്ക് ആ കർമ്മം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഇനി ഇൻഷാ അല്ലാഹ് കുറെ കൂടി ശാന്തമായി സ്ഥാപനങ്ങളും സൗകര്യങ്ങളൊക്കെ ചെറുമട്ടത്തിലായല്ലോ. അവരെ വിളിച്ചു വരുത്താനും ആദരിക്കാനും ഞങ്ങൾ പ്ലാൻ ജീവിച്ചിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സമൂഹത്തിന് അസ്തിത്വ ബലം നൽകുകയും അഭിമാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കാൻ തൗഫീഖ് ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. സ്ത്രീകളെ ശാക്തീകരിക്കുന്നത് അതിനു വേണ്ടിയാണ്. മഞ്ഞളാംകുഴി അലി സാഹിബ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇവിടെ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഒരു പരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ എടുത്തു പറയാറുണ്ട്, പല വേദികളിലും എടുത്തു പറയാറുണ്ട്, സ്ത്രീ വിദ്യാഭ്യാസം ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയി പോകുന്ന സ്ഥിതിവിശേഷം. പെൺകുട്ടികളെ നമ്മൾ വിവാഹ മാർക്കറ്റിന് വേണ്ടി സാമൂഹികമായ പൊസിഷന് വേണ്ടി പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി നമ്മളും സമൂഹവും സർക്കാരും ഒക്കെ സമർപ്പിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഡെഡായി പോണ്, ഒരു പ്രയോജനം ഇല്ല. ഞാൻ ഇന്നലെ കണക്കെടുത്തപ്പോൾ പെൺകുട്ടികൾ എനിക്ക് തന്ന കണക്ക് പ്രകാരം വഫിയ ഏകദേശം 7000 ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിയുണ്ട്. ഒരു 3000-നടുത്ത് പെൺകുട്ടികളാണ്. ആൺകുട്ടികളുടെ തൊട്ടടുത്ത് അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മാറ്റമേ ഉള്ളൂ. പെൺകുട്ടികളാണ് കൂടുതൽ പഠിക്കുന്നത്. അവരിൽ അലുന്നി ശേഖരിച്ച കണക്ക് പ്രകാരം 44% പെൺകുട്ടികൾ വർക്കിംഗ് ആണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന സമയമല്ല ഇത്. അപ്പോൾ അലി സാഹിബിനോട് പറയാണ്, ഇത് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു നിശ്ചല നിക്ഷേപം ആയിപ്പോകരുത് എന്ന എയിമിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനം ഇവിടെ ഒരുപാട് വളരേണ്ടതുണ്ട്, വലുതാകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള കോളേജുകളുടെ പെൺകുട്ടികളുടെ ഒരു ആസ്ഥാനമായിട്ട് കൂടി, പിന്നെ അതിൻ്റെ പുറമെ CIC എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് അതിവിടെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. ഇത് നടക്കുമ്പോഴും ഞങ്ങൾ പരമാവധി നോക്കുന്നത് ഈ പ്രദേശത്തോട് ചേർന്ന് നിൽക്കാനാണ്. ഈ വലിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ പണി, കാരണം പണ്ട് JSI ഉണ്ടാക്കിയിട്ടുള്ള ആ കെട്ടിടം ഒരു വട്ടം ഞങ്ങൾ റിനോവേറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ആശയം വന്നപ്പോൾ വീണ്ടും സ്റ്റീലിൻ്റെ ഒരു ഫ്ലോറ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് ഇതിൻ്റെ സൂപ്പർവിഷൻ എഞ്ചിനീയർ, നിർമ്മിച്ച എഞ്ചിനീയറൊക്കെ ഈ പ്രദേശത്തുകാരും പരിസരത്തുള്ള ആളുകളുമാണ്. ലത്തീഫ് എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടാണ് ഇവിടെ അടുത്ത്. അപ്പോൾ ചുരുക്കത്തിൽ നാട്ടുകാരോട് ചേർന്ന് നിന്ന് ഈ സംരംഭം നാട്ടുകാർക്ക് കൂടി ഇതിൻ്റെ പ്രയോജനം കിട്ടുന്ന തരത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ വന്നതോടുകൂടി നാട്ടുകാർക്കും കുട്ടികളെ ചേർക്കാനും മറ്റുമൊക്കെയുള്ള അതിൻ്റെ നിബന്ധനകളുണ്ട്. അത് സ്വാഭാവികമാണ്. ഞങ്ങളിപ്പോൾ ഇന്നും ക്വാളിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു നീണ്ട സെനറ്റ് യോഗത്തിൽ. അപ്പോൾ ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സ്വാഭാവികമായിട്ടും അപ്പം നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രദേശത്തുകാർക്കും പരിസരവാസികൾക്കും ഒക്കെ വിശേഷ സ്ത്രീ വിഭാഗത്തിന് കാര്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഈ സംവിധാനം പാങ്ങിൽക്കാരൻ്റെ പേരിൽ ആൺകുട്ടികളുടെ ഒരു സ്ഥാപനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാപനം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സ്മാരക വാഫി കോളേജാണ്. അതിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നീറ്റിന് തയ്യാറാകുന്ന ആൺകുട്ടികളാണ് ആ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പെരുമുണ്ടച്ചേരി എന്ന് പറയുന്ന വടകരക്കടുത്തൊരു സ്ഥലത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പേരിൽ സമസ്തയുടെ സ്ഥാപകനാണ് ഒരു സ്ഥാപനം ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാരമ്പര്യത്തോടും ചരിത്രത്തോടും ചേർന്ന് നിൽക്കണം എന്ന കാഴ്ചപ്പാടിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ കുട്ടികൾ പാട്ട് പാടിയപ്പോൾ പറഞ്ഞതുപോലെ സമസ്തയാം സരണിയിൽ ശക്തിയാകണം. സമസ്ത എന്ന് പറയുന്നത് ഒരു സരണിയാണ്, ഒരു മാർഗമാണ്, ഒരു ചിന്താ രീതിയാണ്, ഒരു അഖീദയാണ്.
അശ്അരി അഖീദ അനുസരിച്ച് സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് സുന്നികളായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ഈ യാത്ര, ഞങ്ങൾക്ക് ഈ യാത്രയിൽ ആവശ്യം പഠിക്കുന്ന കുട്ടികളെയാണ്. കുട്ടികളെ പഠിക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്ന രക്ഷിതാക്കളെയാണ്. ആ രംഗത്ത് കേരള മുസ്ലിങ്ങളുടെ വിശ്വാസ്യത വളരെ ചെറിയ അളവിൽ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. ഇന്ന് ഈ വ്യവസ്ഥിതി പ്രകാരം പഠിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വേഷം ധരിക്കുന്ന ആളുകൾ എവിടെയൊക്കെ എത്താറുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ വ്യത്യസ്തമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കയിൽ ഗവേഷണ പഠനം പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണ പഠനം നടത്തുന്ന ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തുമുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, അൽ-അസ്ഹർ പോലുള്ള യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഇപ്പോൾ 10-23 പെൺകുട്ടികൾ ഒരു റിഫ്രഷ്മെന്റ് കോഴ്സിന് വേണ്ടി അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോവുകയുണ്ടായി. 3 കുട്ടികൾ അവിടെ, ആ കൂട്ടത്തിൽ 3 കുട്ടികൾ ഇപ്പോൾ അവിടെ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയെ സമീപിച്ചു, അവർക്ക് മികവ് തെളിയിക്കാൻ പറ്റി, ഇന്റർവ്യൂ കടന്നു, അവർക്ക് PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവിധ വലിയ രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്ന പെൺകുട്ടികൾ, ഉഫിയകളുണ്ട്. ആൺകുട്ടികളുടെ കാര്യവും അങ്ങനെ തന്നെ. 53 ലോക രാജ്യങ്ങളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെ, റഷ്യ ഉൾപ്പെടെ, അങ്ങനെ പല രാജ്യങ്ങളിലും. MBBSന് പഠിക്കുന്ന കുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടിയുണ്ട്. അപ്പോൾ ചില ആളുകളുടെ ഒക്കെ ഒരു തെറ്റിദ്ധാരണ, ഇതൊക്കെ പഠിച്ചാൽ ഇങ്ങനെയൊക്കെ അല്ലേ പറ്റുള്ളൂ എന്ന്. ആ തെറ്റിദ്ധാരണ നീങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയുന്നത്. വാഫി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഹുസൈനാജ് എന്ന് പറയുന്ന BKR ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പേരുള്ള ഒരു ഒഫിയ കോളേജ് സ്വന്തം നടത്തുന്ന ഒരു മാന്യത ഇവിടെ ഉണ്ടെന്നറിയില്ല. അദ്ദേഹമാണ് ഇതിൻ്റെ ഫൈനാൻസ് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഒരു പെൺകുട്ടി +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ദീനി +2, നമ്മളെ പിന്നെ ഹ്യൂമാനിറ്റീസ് +2 രണ്ടും കൂടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നീറ്റിന് തയ്യാറാവണമെന്ന് പറഞ്ഞു, സമ്മതം കൊടുത്തു. നീറ്റ് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ കുട്ടി ക്രാക്ക് ചെയ്തു. പക്ഷെ ക്രാക്ക് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ഒഫിയ പഠനം 1 കൊല്ലവും ചില്ലാനവും ബാക്കിയാണ്. അപ്പോൾ കുട്ടി അത് വേണ്ടെന്ന് വെച്ചു. അടുത്ത ചാൻസ് വീണ്ടും എഴുതിയപ്പോൾ കുട്ടിക്ക് വീണ്ടും ക്രാക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ റഷ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഫി പഠനം 8 കൊല്ല പഠനം എന്നൊക്കെ പറയും. PG ആണത്. PG ആകുമ്പോൾ 8 കൊല്ലം സ്വാഭാവികമായിട്ട് വരും. ഈ PG പഠനം കഴിഞ്ഞിട്ട് ഇപ്പോൾ MBBSന് പഠിക്കുന്നവരുണ്ട്, മറ്റ് സയൻസ് കോഴ്സുകൾ പഠിക്കുന്നവരുണ്ട്, പിന്നെ ബിസിനസ്സുകാരുണ്ട്, മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒക്കെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന ഒരു സംവിധാനമാണ്. ഇത് ഒരിക്കലും ഒരു സംഘടനയല്ല. കുറേ ആളുകളെ വിളിച്ചു കൂട്ടി സംഘടിപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്ന ഇതൊരു സംഘടനയല്ല, ഇത് ഒരു സംഘവുമല്ല, ഇതൊരു വിദ്യാഭ്യാസ സംവിധാനമാണ്. വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എന്താണ് നോക്കുന്നത്? നമ്മൾ റോട്ടിലൂടെ യാത്ര പോകുമ്പോൾ ഭക്ഷണം കഴിക്കണം, അത് ശരീരത്തിൻ്റെ ഭക്ഷണമാണ്. വിദ്യാഭ്യാസം തലയുടെയും ചിന്തയുടെയും ഭക്ഷണമാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ വെടുപ്പുള്ള, വൃത്തിയുള്ള, വിശാലതയുള്ള നല്ല ഭക്ഷണം കിട്ടുന്നത് എവിടെയാ, അതാണ് നോക്കുന്നത്. എന്നതുപോലെ തിരിച്ചറിവുള്ള ആളുകൾ ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടി, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കുട്ടികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ നയം ഉദാരീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ ഉദാരീകരിക്കാൻ നിർബന്ധിതരായി തീരുകയാണ്. അത് സമൂഹത്തിന് നന്നായി തീരും. ഇപ്പോൾ അലക്കുകാരനെ സംബന്ധിച്ചിടത്തോളം ആരുടെ വസ്ത്രമാണ് ഞാൻ അലക്കുന്നത് അത് പരിഗണിക്കൂലല്ലോ. അലക്കാൻ, വൃത്തിയാക്കാൻ ഇരിക്കുകയാണ്, അതിന് പ്രതിഫലം പറ്റും ചെയ്യും. അപ്പോൾ ബുദ്ധി, വിദ്യാഭ്യാസം, ചിന്ത ലിബറലിസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും കാലത്ത് നേരെയാക്കാൻ വേണ്ടി അഥവാ വെടിപ്പാക്കാൻ വേണ്ടി, അലക്കാൻ വേണ്ടി നമ്മളെ ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അലക്കി കൊടുക്കും, വൃത്തിയാക്കി കൊടുക്കും പറ്റും പോലെ. അപ്പം ഇത് പിന്നെ കഴുകാനുള്ള, വൃത്തിയാക്കാനുള്ള, ചിന്തകളെ അലക്കാനുള്ള, അഴുക്ക് കളയാനുള്ള ആർക്കും സമീപിക്കാൻ പറ്റുന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ്. ഇത് സംഘടനയല്ല, വിദ്യാഭ്യാസ സ്ഥാപനമാണ്. എന്ന സംഘടനയല്ല, വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ ഇത് ദീനാണല്ലോ.
അവിടെ നമ്മൾ പരിഗണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സുന്നത്ത് ജമാഅത്താണ്, പരമ്പരാഗത സുന്നിയാണ്, അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല, സുന്നിയാണ്. ഞങ്ങൾ വിചാരിക്കുന്നത് സുന്നികളല്ലാത്ത ആളുകളെ സ്വീകരിക്കേണ്ടി വന്നാൽ പോലും സ്വീകരിക്കുകയും അവരെ എന്താണ് സുന്നി, എന്താണ് ദീന്, ആരാണ് അള്ളാഹു, അവനുണ്ടോ ഇല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചാണ് ഇരിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണത്. ഈ പ്രവർത്തനത്തിൽ ഈ സ്ഥാപനം, ഇതിൻ്റെ കഴിഞ്ഞ കാലം പറയേണ്ട ഒരു കാര്യമില്ല, സ്ഥാപനത്തിനായിട്ടൊരു കഴിഞ്ഞ കാലമില്ല. പിന്നെ കാലമുള്ളത് വ്യക്തികൾക്കാണ്. വ്യക്തികൾ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, രേഖകൾ സംസാരിക്കുമ്പോൾ രേഖകൾ, ഇതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ, JSI എന്ന് പറയുന്ന ആ കമ്മിറ്റി മാക്സിമം ഇതിനെ എങ്ങനെങ്കിലും ഉദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ വഫിയ കോളേജ് പ്രഖ്യാപിക്കുന്നത് ഈ ഇരിക്കുന്ന KPA മജീദ് സാഹിബിൻ്റെയും ആരിക്കുട്ടി ഉസ്താദിൻ്റെയും അത്തിപ്പറ്റ ഉസ്താദിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിലാണ്. രായിനാജി പ്രസിഡന്റാണ്, അതിൻ്റെ കമ്മിറ്റിക്കാർ പലരും അവിടെയുണ്ട്, നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് തന്നെ. ആ പള്ളിയുടെ അന്നത്തെ അവസ്ഥ വലിയ സൗകര്യമില്ലെന്ന് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം. അന്ന് ഏൽപ്പിക്കൽ, JSI എന്ന് പറഞ്ഞ സൊസൈറ്റി CIC ഇത് ഏൽപ്പിക്കൽ പ്രഖ്യാപിക്കുന്നത് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദാണ്. അത്തിപ്പറ്റ ഉസ്താദ് അത് പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളോട് പോലും ആലോചിച്ചിട്ടില്ല. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, ഇവിടെ വഫിയ വരണം, വഫിയ വരണം, വഫിയ വരണം, ആവർത്തിച്ചു പറഞ്ഞു. അള്ളാഹു അത് ഏറ്റെടുത്തു, നമ്മളത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഹൈദരലി ശിഹാബ് തങ്ങളുടേതാണ് നേതൃത്വം. തങ്ങൾ JICയുടെ അഡ്വൈസറി ബോർഡ് മെമ്പർ, പിന്നെ ചെയർമാൻ എന്ന മറ്റു അഡ്വൈസറായിട്ട് രേഖയിലുണ്ട്. തങ്ങൾ ഈ നാട്ടിലെ JSI തൽക്കാലം ഒരു നിശ്ചലാവസ്ഥ വന്നെങ്കിൽ അത് വീണ്ടെടുക്കണമെന്ന നിർബന്ധ ബുദ്ധി പ്രകടിപ്പിച്ചിരുന്നു എന്ന് എനിക്ക് നേരിട്ട് മനസ്സിലായിട്ടുണ്ട്. ഔറാൻകുട്ടി മുസ്ലിയാർ എന്ന് വിളിക്കപ്പെടുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കാണുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ പ്രത്യേകം പരിഗണിക്കുകയും ആ സ്ഥാപനം ഏൽപ്പിക്കാൻ വേണ്ട നിയമപരമായ സാങ്കേതിക കാര്യങ്ങൾ ചെയ്യുന്ന ആളെന്ന് എനിക്ക് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് പ്രഖ്യാപിച്ചതാണ്, ഹൈദരലി തങ്ങളുടെ പേരിലാണ്, ഈ നാട്ടുകാരുടെ സ്ഥാപനമാണ്, നമ്മളൊക്കെ ഇതിൻ്റെ പ്രവർത്തകരാണ്. ആ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിൻ്റെ ഗുണം കിട്ടും, തിന്മ ചെയ്താൽ അത് കാണേണ്ടി വരും, ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ചെയ്യും. അള്ളാഹു നന്മ ചെയ്ത കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത്രയൊക്കെയാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ CIC എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ചാണ്. ആ സംവിധാനത്തെക്കുറിച്ച് ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറയാനിരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് എറണാകുളത്ത് നിന്ന് അവിടെ UDFൻ്റെ യോഗം കഴിയുമ്പോൾ വിളിക്കുക എന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തെ വിളിച്ചു, 6:30 മണിയാകുമ്പോൾ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ, നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു ആഘോഷമാണല്ലോ ഇത്. പാങ്കുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പ്രദേശത്തിൻ്റെ ഒരു ആഘോഷമാണ്. ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പലരും സമീപിക്കുമ്പോൾ അവർ ഈ സ്ഥാപനം ഇവിടെ ദീനിൻ്റെ പേരിൽ തല ഉയർത്തി നിന്നു കാണാൻ വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അലി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എന്തെങ്കിലും വേഗം ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സ്ഥാപനം ഇത് മൂർക്കനാട് പഞ്ചായത്താണ്, അപ്പുറത്ത് ഇത് ഉറുവ പഞ്ചായത്താണ്, പള്ളി നിൽക്കുന്ന ഭാഗം മൂർക്കനാട് പഞ്ചായത്താണ്. ഇവിടെയൊക്കെ വികസനത്തിൽ വിശ്വസിക്കുന്ന, വികസനം നടക്കണം, വരട്ടു തത്വശാസ്ത്രം മാത്രം പോരാ, വികസനം വേണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഭരണത്തിൽ വന്ന സമയമാണ്. വികസനം വരണം. അതിന് അലി സാഹിബ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, ജബ്ബാറാജ് ഉൾപ്പെടെയുള്ള ആളുകൾ, പഞ്ചായത്തിൻ്റെ മറ്റു പ്രവർത്തകർ, നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നു ചേർന്ന് ഇവിടെ വികസനം ഉണ്ടാക്കണം. പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വികസനം എത്താത്ത വലിയ പരന്നു കിടക്കുന്ന ഭൂപ്രദേശമാണ് പാങ്ങ്. പരിസരവാസികൾക്കൊക്കെ അറിയാലോ. ഇന്നിപ്പോൾ ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് മാറുകയാണ്. അതിൻ്റെ മകുടം ചാർത്താനാണ് നമ്മൾ ഈ സ്ഥാപനം വെച്ച് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാ അർത്ഥത്തിലും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഒരു തട്ടുതടവുമില്ലാത്ത, ചിന്ത കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും ഒത്തുപോകാൻ പറ്റുന്ന ഒരു ടീമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അത് ഞാൻ പറയുമ്പോൾ സയ്യിദ്
സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പ്രസിഡന്റ്. മുനവർ അലി ശിഹാബ് തങ്ങളാണ് ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്ന അക്കാദമിക് കൗൺസിലിൻ്റെ ഡയറക്ടർ. അർഹാം എന്ന് പറയുന്ന ഇതിൻ്റെ 1,00,000 മെമ്പർമാരിലേക്ക് ഇത് കുതിക്കുന്ന സമയത്താണ് കൊറോണ വന്നത്. 2 തരം കൊറോണയുണ്ട്, ഫിസിക്കൽ കൊറോണയുണ്ട്, മെൻ്റൽ കൊറോണയുണ്ട്. ഏതും വന്നത് അതിന് ശേഷമാണ്. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. കാളികാവിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ അബ്ബാസ് അലി തങ്ങൾ പ്രഖ്യാപിച്ചു. കേരള മുസ്ലിങ്ങൾ അത് ഏറ്റെടുത്തു. അവർ പറഞ്ഞതാണല്ലോ ആൾക്കാരെ ഏറ്റെടുക്കുക. ബുദ്ധിമുട്ട് തോന്നിയിട്ട് എന്താ കാര്യം? ഇനിയിപ്പോൾ ഇതും തങ്ങൾ എത്തുമെന്ന് വിചാരിക്കുന്നു. തങ്ങളില്ലെങ്കിൽ ഇവിടെ തങ്ങന്മാരുണ്ട്. അബ്ബാസ് അലി തങ്ങളുടെ മകൻ റസാൻ അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. മർക്കസിൽ വാഫി കോഴ്സിൻ്റെ ഫൈനൽ വിദ്യാർത്ഥിയാണ്. അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. അവരാരെങ്കിലും അത് പ്രഖ്യാപിക്കും. അവരത് പ്രഖ്യാപിച്ചാൽ ഇൻഷാ അള്ളാഹ് അത് കാര്യം നടക്കും ചെയ്യും. വാപ്പു ഹാജി ആ പ്രദേശത്തെ, കാളികാവ് പ്രദേശത്തെ രാജാവാണ്. അദ്ദേഹം ഒരുപാട് മുസ്ലിംമാരെയും ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഹക്കീം ഫൈസി, എനിക്ക് വയസ്സായിക്കണ്, എനിക്കൊക്കെ ഒന്ന് കണ്ടു മരിക്കണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ഓല ഷെഡെങ്കിലും ഇവിടെ ഉണ്ടാക്കണം. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ അനുഭവിക്കാൻ പിന്നെയും സമയം കിട്ടി. 6 മാസം കൊണ്ട് 30,000 സ്ക്വയർ ഫീറ്റിൻ്റെ ചെറുതെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെടുപ്പിലും വൃത്തിയിലും അത് നടന്ന് പിന്നെ അതേ ഹോസ്റ്റൽ വന്നു, പിന്നെ മറ്റു കാര്യങ്ങളും വന്നു. അൽഹംദുലില്ലാ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. അതുപോലെ ഇവിടെയും വരണം. അരി സാഹിബ് പറഞ്ഞ മാതിരി പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കണം. അൽ ഉമ്മു മദ്രസത്തുൻ ഇതാ അയദത്ത ജീലൻ തയ്യിബൽ ഇറാഖി, മഹാനായ അറബി കവി ഇബ്രാഹിം ബക്ക് പറഞ്ഞ മാതിരി പെൺകുട്ടി എന്ന് പറയുന്ന ഒരു വിദ്യാലയമാണ്. ആ വിദ്യാലയം നന്നാക്കി നടത്തിയാൽ നല്ല പ്രൊഡക്ഷൻ നടക്കും, നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. അങ്ങനെ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വ്യവസ്ഥിതിയെക്കുറിച്ചും കുടുംബത്തെ പറ്റിയും കൂടുതൽ പറയുന്നില്ല. ബാങ്കിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഇവർക്കൊക്കെ വലിയ ധൃതി ഉണ്ടാകും. നിങ്ങളാരും വിനീതമായിട്ട് പറയാണ്, തങ്ങളവർകൾ ഇപ്പോൾ എത്തിച്ചേരും, കുഞ്ഞാലിക്കുടി സാഹിബും എത്തിച്ചേരും. ഇത് ഇവിടെ നമുക്ക് കുറച്ച് സമയം കൂടി തങ്ങളെ കേൾക്കാനും തങ്ങളുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനാണല്ലോ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരും തങ്ങളും നിൽക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.